അള്ളഹാനോട് ചോദിച്ചാ പോരെ, അള്ള തരൂല നിങ്ങക്ക്. പിന്നെ നിങ്ങൾ മഹാന്മാക്കളോടൊക്കെ ചോദിക്കുന്നേ? സാധാരണക്കാരായ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ പേപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൗമ് പറയുന്ന വർത്താനാണിത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? അള്ളഹാനെ വെച്ചിട്ടായിരിക്കും ഇവരെ ഡയലോഗ് മൊത്തം ഉണ്ടാകാം. ഇതേ സ്വഭാവം തന്നെയായിരുന്നു ഇവരെ ഉപ്പാപ്പ ഇബിലീസിനും ഉണ്ടായിരുന്നത്. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോ ഇബിലീസ് പറഞ്ഞെന്താ, അള്ളാഹ് നിനക്കാണെങ്കിൽ എത്ര സുജൂദ് ചെയ്യാനും ഞാൻ തയ്യാറാണ്, പക്ഷെ ആദം നബിക്ക് അതിനെ കൊണ്ട് പറ്റൂല എന്ന പോലെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ 55-ാമത്തെ ആയത്തില് വളരെ കൃത്യമായിട്ട് അള്ളാഹ് പറഞ്ഞതാണ്, ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു വല്ലദീന ആമനു. നിങ്ങളെ സഹായി ആരാണ്? അള്ളാഹു ആണ്. പോരാ റസൂലുഹു, അവന്റെ റസൂലുമാണ്. എന്നിട്ടും പോരാ വല്ലദീന ആമനു, സത്യവിശ്വാസികളായ മഹാന്മാക്കളുമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും, പടച്ചോനെന്താ ഒറ്റയ്ക്ക് സഹായിക്കാനുള്ള കഴിവൊന്നില്ലേ, ഇവരൊക്കെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോന്ന്. സബബും എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. നമുക്കിപ്പോ വിശന്നാലേ പടച്ചോനെ അതിന്റെ വിശപ്പ് മാറ്റി താന്നിട്ട് ദ്വാരനാ ചിലപ്പോ വിശപ്പ് മാറിക്കൊള്ളുന്നില്ല, ഭക്ഷണം കഴിക്കേണ്ടി വരും. എന്നാൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഭക്ഷണമാണ് എന്റെ വിശപ്പ് മാറ്റിയത് എന്ന് ഒരാൾ വിശ്വസിച്ചാലോ ഓൻ കാഫിറായി. മറിച്ച് വിശപ്പ് മാറ്റിയവൻ ആരാണ്? അള്ളാഹു ആണ്. ആ വിശപ്പ് മാറ്റാനുള്ള ഒരു സബബായിട്ട് അള്ളാഹു നിശ്ചയിച്ചതാണ് ഭക്ഷണം എന്നുള്ളത്. എന്ന പോലെ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കാൻ മഹാന്മാക്കളെ അള്ളാഹു ഒരു നിമിത്തമാക്കിയെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് ആരെങ്കിലും സഹായം ചോദിച്ചാലോ യാതൊരു കുഴപ്പമില്ലാന്ന് മാത്രമല്ല, അങ്ങനെ സഹായം ചോദിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ ഓതി വെച്ചതിന്റെ ബാക്കി ആയത്ത് നിങ്ങൾ നോക്ക്. ഏതാണ് സത്യത്തിന്റെ പാർട്ടി? ആരെങ്കിലും ഒരുത്തൻ അള്ളാഹുവിനെ രക്ഷാധികാരിയാക്കിയാൽ വറസൂലഹു, അവന്റെ റസൂലിനെയും വല്ലദീന ആമനു, സത്യവിശ്വാസികളായ മഹാന്മാക്കളെയും ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അവരാണ് സത്യത്തിന്റെ പാർട്ടി, അവരാണ് വിജയിച്ച പാർട്ടി. നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിക്കാനുള്ള നിമിത്തമായിട്ട് ഇവരെ അള്ളാഹു എന്തിനാണ് നിശ്ചയിച്ചത്? അത് ഇവരുടെ ജീവിതം അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ട് ഒഴിഞ്ഞു വെച്ചപ്പോ ഇവർക്ക് അള്ളാഹു കൊടുത്തൊരു ബഹുമാനമാണ്. നമുക്ക് അവരുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ചാൻസും കൂടിയാണ്. അള്ളാഹു ഇവർക്ക് നൽകിയ ഈ ഒരു ബഹുമാനം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്തിഗാസയും തവസ്സുലൊക്കെ ശിർക്കാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോമ നടക്കുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലോകത്ത് ഏതെങ്കിലും ഒരു മുശ്രിക്ക്, ഏതെങ്കിലും ഒരു മുനാഫിക്ക് യാ റസൂലല്ലാ, യാ നബിയല്ലാ എന്ന് വിളിച്ചതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. മുനാഫിഖീങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന നോക്ക്, വഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൂ റൂസഹും, ഹബീബായ തങ്ങളിലേക്ക് നിങ്ങൾ വരൂ, തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു പറയുമ്പോൾ മുനാഫിഖീങ്ങളുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ അടക്കം വരുന്ന മുനാഫിഖീങ്ങൾ ഒന്നടങ്കം മാറിയിരിക്കാണ്. ആ പരിപാടിക്ക് നമ്മൾ കിട്ടൂല. ചുരുക്കി പറഞ്ഞാല് ഇസ്തിഗാസ പാടില്ല, തവസ്സുല് പാടില്ല എന്നൊക്കെ പറയലുകൊണ്ട് ഇവര് മെയിനായിട്ട് ലക്ഷ്യം വെക്കുന്നത് മുത്തുനബി തങ്ങളോടും മഹാന്മാക്കളോടും നമുക്കുള്ള ബഹുമാനം നശിപ്പിക്കലാണ്. നമ്മളെ ഈമാനെ കാർന്നു നിന്നാൻ വേണ്ടി നടക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അള്ളാഹു നമ്മളെ ഈ ഉമ്മത്തിനെ ഇവരിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ.